വിളിച്ചു നോക്കുക. സ്നേഹമുണ്ട്. ചോരയാലും രക്തത്താലും ജനിച്ച വീടിനേക്കാൾ വലിയ പ്രാധാന്യം ആത്മീയമായ ബന്ധങ്ങൾക്കുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ലോകത്തിൽ കുരുടന്മാർക്ക് വേണ്ടിയിട്ട് കണ്ണ് ദാനം ചെയ്യുവാനായി നേത്ര ബാങ്കുകളുണ്ട്. രക്തം കുറവുള്ളവർക്ക് വേണ്ടി സമ്മാനിക്കുവാനായിട്ട് രക്ത ബാങ്കുകളുണ്ട്. എന്റെ സ്വപ്നം ഇതാണ്. ആത്മീയമായ യാത്രയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ആത്മീയമായി ഉയരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ ബാങ്ക് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തകരുന്ന കുടുംബങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, രോഗമുള്ള ശരീരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ, പാപത്തിന്റെ കറകളുമായി കഴിഞ്ഞു കിടന്ന ജീവിതങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ടാകാൻ പ്രാർത്ഥനാ ബാങ്കുകൾ ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ അന്നാ പുണ്യവതിയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ കുടുംബത്തെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചത് ഇപ്രകാരമാണ്: അവൻ നീതിമാനായിരുന്നു. ആലോചിച്ചു നോക്ക. എന്റെ കുടുംബത്തിൽ നീതി നടപ്പാക്കുന്നുണ്ടോ? അപ്പന്, അമ്മയ്ക്ക്, മക്കൾക്ക്, അധീനർക്ക്, അധികാരികൾക്ക് അർഹമായത് നീ കൊടുക്കുന്നുണ്ടോ? നോഹയുടെ കുടുംബം നീതിയുടെ കുടുംബമായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കറയറ്റ മനുഷ്യൻ. വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ് അതിനകത്ത്, ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നവൻ. ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട മാറാതെ ദൈവത്തെ ലക്ഷ്യമാക്കി നടന്നവനാണ് നോഹ. അതുകൊണ്ടാണ് നോഹയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത്. ജോസഫിന്റെ കുടുംബം എത്ര പരീക്ഷണങ്ങളാണ് കടന്നു വന്നത്. സ്നേഹിതന്മാർ പോലും പരിത്യജിച്ചു. തന്റെ അധീനത്തിലുള്ള അധികാരികൾ പോലും തെറ്റിദ്ധരിച്ചു. എങ്കിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ടായിരുന്നു. ജോസഫിന്റെ കുടുംബം, ജോസഫ് ദൈവ പരിപാലനയിൽ ആശ്രയം വെച്ച് നീങ്ങിയ കുടുംബമാണ്. ജോസഫും കുടുംബവും ദൈവം നൽകുന്ന ആ വഴിയിലൂടെ നടന്നു നീങ്ങിയ മനുഷ്യനായിരുന്നു. നസ്രസിലെ തിരുക്കുടുംബത്തിൽ നിന്ന് ആലോചിച്ചു നോക്കുക. നശ്വര സുഖങ്ങളെക്കാൾ ഉപരിയായി അനശ്വരമായ സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തൊരു കുടുംബമാണ് നസ്രസിലെ തിരുക്കുടുംബം. ഭൗതികമായ സമ്പത്തിനേക്കാൾ ദൈവത്തിന്റെ സമ്പത്തിന് പ്രാധാന്യം കൊടുത്തൊരു കുടുംബമായിരുന്നു നസ്രസിലെ തിരുക്കുടുംബം. വിശ്വാസം വെട്ടിക്കൊടുക്കുന്ന വഴിത്താരിയുടെ നടന്നു നീങ്ങിയ വിശുദ്ധ യോസേപ്പ് പിതാവ്, അനുസരണത്തിന്റെ പാതയിലൂടെ മാത്രം നടന്നു നീങ്ങിയ പരിശുദ്ധ കന്യകാമറിയം, ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ഭക്ഷണമാണെന്ന് വിശ്വസിച്ച് ഏറ്റുവാങ്ങിയ യേശു കർത്താവ്, അതല്ലേ തിരുക്കുടുംബം? ഈ കുടുംബത്തിന്റെ മാതൃക കാണുവാനായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമ്മയായ അന്നാ പുണ്യവതിയോട് ഒരുമിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും യേശു കർത്താവ് കടന്നു വരികയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അന്നാ യോവാക്കീം, അമ്മ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കന്മാരുടെ പേരാണ് അന്ന, അപ്പന്റെ പേരാണ് യോവാക്കീം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാർദ്ധക്യ കാലത്താണ് അവർക്ക് കുഞ്ഞുണ്ടാകുന്നത്. വളരെ പ്രായം കഴിഞ്ഞിട്ടാണ് അവർക്ക് കുഞ്ഞുണ്ടാകുന്നത്. അപ്രകാരമുള്ള കുഞ്ഞുങ്ങളോട് പ്രത്യേകമായി വാത്സല്യം ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മകളുടെ സാന്നിധ്യം തന്നെ അന്നയ്ക്കും യോവാക്കീനും എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ? ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അവർ നോക്കി നിൽക്കും. ആ കുഞ്ഞ് നടന്നു നീങ്ങുന്നത് ഓരോ ചവിട്ടടി നടക്കുമ്പോഴും അന്നയും യോവാക്കീമും നോക്കി നിൽക്കും. അന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നാണ്. അന്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നാണ്. തന്റെ കൊച്ചുമോള് മറിയം നടന്നു നീങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നാ പുണ്യവതിയുടെ ദൈവാലയത്തിന് മുമ്പിൽ വർഷങ്ങൾക്കപ്പുറത്ത് ജെറൂസലമിൽ പോയപ്പോൾ അന്നാ പുണ്യവതിയുടെ ആ രൂപത്തിനടുത്ത് ഈ കൊച്ചു മകൾ പരിശുദ്ധ കന്യാമറിയിൽ ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ എൻ്റെ മുറിയിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മകൾ, അമ്മ എന്ത് ആഗ്രഹിക്കുന്നവോ അത് മാത്രം പറയുവാനും അത് മാത്രം പ്രാവർത്തികമാക്കുവാനും കാത്തു നിൽക്കുന്ന ഒരു മകൾ,
അതാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം അന്നായിലേക്ക് നോക്കിക്കൊണ്ടാണ് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചത്. 3 വയസ്സായപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന് 3 വയസ്സായപ്പോൾ അന്നത്തെ യഹൂദ നിയമപ്രകാരം ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ കരങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഏൽപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് സ്നേഹമുള്ള ആളുകൾ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സ്നേഹമുള്ള മകള് നഴ്സറി സ്കൂളിൽ പോകുമ്പോൾ, സ്നേഹമുള്ളൊരു കുഞ്ഞ് കുറച്ച് ദിവസം കാണാതെയാകുമ്പോൾ എന്തൊരു അസ്വസ്ഥതയായിരിക്കും. നിർമ്മലയായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, അമല മനോഹരിയായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, അന്നാക്കും യോവാക്കിനും അറിയാം എൻ്റെ മകളാണ് ദൈവത്തിന്റെ അമ്മയായി തീരാൻ തിരഞ്ഞെടുത്തത് ഇരിക്കുന്നു എന്ന് അന്നയ്ക്കും യോവാക്കിനും അറിയാം. ഈ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ദൈവാലയത്തിൽ കാഴ്ചവെച്ച് പുരോഹിതരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ജെറൂസലമിന്റെ ആത്മീയമായ രഹസ്യം എന്താണെന്ന്. ജെറൂസലം വചനകൂടാരത്തിൽ 2.5 വയസ്സിനും 3.5 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ബൈബിൾ ഗ്രാമ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. പരിശുദ്ധ അമ്മയെ 3-ാം വയസ്സിൽ ദൈവാലയത്തിൽ പുരോഹിത കരങ്ങൾ സമർപ്പിച്ചതുപോലെയാണ് ഈ ആലയത്തിൽ വരുന്ന കുരുന്ന ഹൃദയങ്ങളെ മാതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. മാതാവേ, ഉണ്ണിയേശുവിനെ വളർത്തിയതുപോലെ എന്നെയും വളർത്തണമേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മാതാവേ, അന്നാ പുണ്യവതിയിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സുഹൃതങ്ങൾ അവിടുന്ന് ഞങ്ങൾക്കും പകർന്നു തരണമേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സുഖത്തിന്റെ നാളുകളിലും ദുഃഖത്തിന്റെ നാളുകളിലും ഒരുപോലെ ദൈവത്തിലേക്ക് കണ്ണുയർത്താൻ എവിടെ നിന്നാണ് ഈ പരിശുദ്ധ കന്യകാമറിയം പഠിച്ചത്? അമ്മയിൽ നിന്നാണ് പഠിച്ചത്. അമ്മ രൂപപ്പെടുത്തുന്നതാണ്, അമ്മ രൂപാന്തരപ്പെടുത്തുന്നതാണ് മക്കൾ. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ പറയുന്നു, സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുമക്കൾ. സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുമക്കൾ. ഈ നിക്ഷേപത്തെ എത്രയോ പൊന്നുപോലെയാണ് അന്നാ പുണ്യവതി കാത്തു സൂക്ഷിച്ചത്. നിയമാവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, മാതാപിതാക്കന്മാരെ നീ അനുസരിക്കണം, ബഹുമാനിക്കണം. ഞാൻ വിശ്വസിക്കുകയാണ്, അപ്പൻ കുടുംബത്തിലെ അപ്പമായി തീരണം. അപ്പൻ കുടുംബത്തിലെ അപ്പമായി തീരണം. ഈ അപ്പനെ തിന്ന് വേണം കുഞ്ഞുമക്കൾ വളരേണ്ടത്. ഇന്ന് എന്താ കാണുന്നത്? കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ, കുടുംബത്തിന് കിട്ടേണ്ട സമ്പത്ത് മുഴുവൻ അപ്പൻ തിന്ന് ജീവിക്കുകയാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നത്? അപ്പനെ തിന്ന് വേണം മക്കൾ ജീവിക്കേണ്ടത്. അപ്പൻ അപ്പമായി തീരണം. ഈശോ അപ്പനാണ്. ഈ അപ്പം തിന്നുകൊണ്ടാണ്, ഈ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതായിത്തീരും. അമ്മ അപ്പമായി തീരണമെങ്കിൽ അമ്മയുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം ജീവിച്ചാൽ പോരാ, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം പോലെ നമ്മൾ ജീവിക്കണം. ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ? ഈശോ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, കരമുയർത്തി കഥനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നിർവഹിക്കാൻ ഇപ്പോൾ നീ മുറിക്കപ്പെടണം, നീ അരയ്ക്കപ്പെടണം, ഇടിക്കപ്പെടണം, വെറുക്കപ്പെടണം, പൊള്ളിക്കപ്പെടണം, ചൂടേൽപ്പിക്കപ്പെടണം. അപ്പോൾ ഓർക്കുക, ഇതാ നിന്നെ ഒരു ദിവ്യ കാരുണ്യമാക്കി ഒരപ്പമാക്കി മാറ്റുവാനായിട്ട് നിന്റെ സ്നേഹമുള്ള ദൈവം ഇതാ നിന്നെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കരമുയർത്തി വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. എന്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ചൂട് കടന്നു വരട്ടെ, നമ്മുടെ കുടുംബത്തിലേക്ക് ത്യാഗത്തിന്റെ ചൂട് കടന്നു വരട്ടെ. പരിശുദ്ധ അന്നാ പുണ്യവതിയെ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് ദൈവത്തിന് സമർപ്പിക്കാൻ, ദൈവവേലയ്ക്ക് വിട്ടുകൊടുക്കാൻ, ദൈവവചനം വിട്ടുകൊടുക്കാൻ എന്നെയും ശക്തിപ്പെടുത്തണമേ. വിളിക്കുക മക്കളെ, യേശുവേ.
എൻ്റെ പേര് ജെന്നി. എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഇവിടെ സുപരിക്ഷിത വേല ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ സഹോദരനെ പെട്ടെന്ന് ഒരു പനി വരികയും അവനെ അശ്വിനി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ H1N പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെന്റിലേറ്റർ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ അമല ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ആംബുലൻസിലാണ് ഓക്സിജൻ കൊടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ജൂബിലിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ബെഡ് അവിടെയുണ്ട്. അതുകൊണ്ട് അവനെ അവിടെ കെടുത്തുകയും ചെയ്തു. ഒരു വ്യാഴാഴ്ച ദിവസം രാത്രി 8:30-ക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞങ്ങളുടെ മധ്യസ്ഥ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും വിളിച്ച് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുവാൻ. പിന്നെ അതുപോലെ തന്നെ ജെറുസലേമിലേക്ക് വിളിച്ച് പറഞ്ഞു. അത് അന്ന് ഇവിടെ വെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷ നടന്നപ്പോൾ ICUവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ പ്രാർത്ഥനയുടെ സമയത്തും ദിവ്യബലിയുടെ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചു, ജെറുസലേം നാഥൻ്റെ കരം ഈ നിമിഷം ഈ ആശുപത്രിയിൽ കിടക്കുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ മക്കളെയും തൊടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച ഇവിടെ ആരാധനയുടെ സമയം കഴിഞ്ഞപ്പോൾ 7 മണിയായപ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സ് വന്ന് പറഞ്ഞു അവൻ കഞ്ഞി ചോദിക്കുന്നു, അവന് കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കഞ്ഞി കൊടുത്ത് 2 ദിവസം കൊണ്ട് അവനെ സീനിയർ ICUവിലേക്ക് കടത്തുകയും പിറ്റത്തെ വെള്ളിയാഴ്ച തന്നെ അവനെ റൂമിലേക്ക് കടത്തുകയും ചെയ്തുകൊണ്ട് ജെറുസലേം നാഥൻ വലിയൊരു അനുഗ്രഹം നൽകിക്കൊണ്ട് എൻ്റെ സഹോദരനെ ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് ഒരു സാക്ഷിയാക്കി മാറ്റി. നമുക്ക് മാരകമായിരിക്കുന്ന രോഗത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിന് പ്രാർത്ഥിക്കുകയാണ്. ജെറൂസലേം ശുശ്രൂഷ നടക്കുമ്പോൾ യേശുവിന്റെ കരം നീളുവാനാകട്ടെ. ദൂരത്തിന് മേൽ അധികാരമുള്ള കർത്താവാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നന്ദി പറയാം. നമുക്ക്